ോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം ദുരന്ത ഭൂമിയിലാണ് ഷബീർ ഉള്ളത്. ഷബീർ, അവിടെ നിന്നുള്ള വിവരണം അത് ഭീകരമാണ്, അത്യന്തം ഭീതിജനകമാണ്. പക്ഷേ എങ്കിൽ പോലും അവിടുത്തെ സാഹചര്യം ഒന്ന് വിവരിക്കാമോ ഇപ്പോൾ ഷബീർ നേരിട്ട് കാണുന്നത്? എൽദോ സൂചിപ്പിച്ച പോലെ തന്നെ ഞാനിപ്പോൾ ആ ദുരന്ത മുഖത്താണ്. ആ നമ്മുടെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ നേരത്തെ തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന ആ പ്രദേശത്തേക്കാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. വളരെ കൃത്യമായിട്ട് ആ ഈ മുണ്ടക്കൈയെയും ചൂരൽമലയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം എവിടെയാണോ ഉണ്ടായിരുന്നത് ആ പാലം തകർന്ന് കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് NDRF സംഘം റോപ്പ് കൊണ്ട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു മൃതദേഹങ്ങൾ അടക്കമുള്ളവ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൊണ്ടുപോകുന്നതിനുള്ള ഒരു വഴിയൊരുക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ് അപ്പുറം സൈഡിൽ നമ്മൾ കാണുന്ന അത് മുണ്ടക്കൈ ഭാഗമാണ്. ഈ പുഴയ്ക്ക് ഇപ്പുറയാണ് ചൂരൽമല ഭാഗം. ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഒരു തരത്തിലും അങ്ങോട്ടേക്ക് പോവാനുള്ള ഒരു യാത്ര സാധ്യമല്ലാത്ത സ്ഥിതിയാണ് ഇന്ന് രാവിലെ. ഒരു നിമിഷം ഷബീർ ഒന്ന് തുടരുക. മരണസംഖ്യ ഇപ്പോൾ 60 എന്നുള്ള നിർണായകമായിട്ടുള്ള മറ്റൊരു കണക്കുകൂടി പുറത്തു വരുന്നു. മരണസംഖ്യ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഷബീറിലേക്ക് വരാം. ഇപ്പോൾ മുട്ടിൽ നിന്ന് പ്രിയ എന്ന ഒരാൾ വിളിക്കുന്നു. പ്രിയ, എന്താണ് അവിടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? എന്റെ നാത്തൂനാണ് ഷീജന്റെ ഭർത്താവാണ് സുദേവൻ. പിന്നെ അവരെ മക്കളാണ് വിഷ്ണു, അച്ചു, 2 പേര്. അവര് രാവിലെ മുതൽ ഞങ്ങൾ വെളുപ്പിന് 3 മണി മുതൽ വിളിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ അവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. അവരെവിടെ, ഏത് ഭാഗത്താണ്? ചൂരൽമലയാണോ മുണ്ടക്കൈയാണോ? മുണ്ടക്കൈ ആണല്ലേ. മുണ്ടക്കൈ ഒരുപാട് പേർ കുടുങ്ങിയിട്ടുണ്ട് പ്രിയ. പക്ഷേ അവരെ അങ്ങോട്ടേക്ക് പാലം തകർന്നു പോയതുകൊണ്ട് വലിയ പ്രശ്നമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആശങ്കപ്പെടേണ്ട, നമുക്ക് നോക്കാം. അവർ സുരക്ഷിതമായി തന്നെ അവിടെ ഉണ്ടാവും. കുടുങ്ങി കിടക്കുന്നത് എന്നുള്ളതായിരിക്കും. ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് കാണിക്കുന്നത്. 4 ഫോണും സ്വിച്ച് ഓഫ് ആണ്. 4 പേരെ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണ്. ഓക്കെ. ഷീജ, സുദേവൻ, വിഷ്ണു, അച്ചു അല്ലേ? അതെ. ശരി, നമ്മളത് നോട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പേരുകളൊന്ന് കൈമാറട്ടെ കേട്ടോ. ആയിക്കോട്ടെ. ശരി. കുടകിൽ നിന്ന് ശാലിനി വിളിക്കുന്നു. ശാലിനിയുടെ വീട്ടിൽ, ശാലിനി ആരാണ് അവിടെ ഉള്ളത് വയനാട്ടിൽ? അവിടെ എന്റെ നാത്തൂനാണ് ഉള്ളത്, ദിവ്യ എന്ന് പറഞ്ഞിട്ട് പേര്. എന്റെ അളിയനും ഉണ്ട്, സിദ്രാജും എന്ന്. അവന്റെ ഉണ്ട്. അവരെവിടെ, ഹാരിസണിലാണ് വർക്ക് ചെയ്യുന്നതാണോ? ദിവ്യ സിസ്റ്റർ ആണ്, വിംസ് ഹോസ്പിറ്റലത്തെ സിസ്റ്റർ ആണ്. വിംസിലെ സിസ്റ്റർ ആണല്ലേ? ഓക്കെ. അതെ അതെ. ഓക്കെ. അപ്പോ എവിടെയായി, മുണ്ടക്കൈയാണോ ചൂരൽമലയാണോ? ചൂരൽമല അമ്പലത്തിന്റെ ആ പള്ളിന്റെ നേരെ, സ്കൂളിന്റെ നേരെ മോളോട്ട്. ഓക്കെ. ദിവ്യയുടെ ഹസ്ബൻഡിന്റെ പേര് സിദ്രാജ്. ആദ്യം വിളിച്ചിരുന്നു ഒരു മോഹൻ, കുടകിൽ തന്നെ. അതെ അതെ അതെ. അത് ഓക്കെ. ഇപ്പോ ശാലിനിയുടെ ഒപ്പം തന്നെ വിളിച്ചതാണോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. കുടകിൽ നിന്ന് ഇതേ പേരിൽ ദിവ്യന്റെയും സുബ്രാജിന്റെയും കാര്യം ചോദിച്ച് മോഹൻ എന്ന് പറഞ്ഞ ആളും വിളിച്ചിരുന്നു. നമ്മളത് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. അവര് ഏത് ക്യാമ്പിൽ ഉള്ളതെന്ന് അറിഞ്ഞാല് ആ ക്യാമ്പിന് എടുക്കാറുന്നു നമുക്ക്. ബന്ധപ്പെടാമായിരുന്നു അല്ലേ? അതെ അതെ. ഏത് യൂട്യൂബ് നെറ്റ് നോക്കിയിട്ട് നമ്മൾ ബന്ധപ്പെടാറുന്നു. അവിടെ ഏതാ ഇപ്പൊ ചൂരൽമലയിൽ ഏത് ക്യാമ്പിലാ അവര് അവിടുത്തെ ആൾക്കാർ ഉള്ളതെന്ന് അറിഞ്ഞാൽ അത് പിടിച്ചിട്ട് നമുക്ക് ബന്ധപ്പെടാറുന്നു. ഓക്കെ. ഞങ്ങളൊന്ന് ഒന്ന് ബന്ധപ്പെട്ടിട്ട് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ. ഈ 2 പേരിലുള്ള ആളുകൾ ഏത് ക്യാമ്പിലുള്ളത് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി. നിരവധിയായിട്ടുള്ള കോളുകളാണ് ഇതുപോലെ. ഒരുപാട് ആശങ്കയുടെ നിമിഷങ്ങളാണ് ദൂരത്തുള്ള ബന്ധുക്കൾക്ക്, ഏറ്റവും അടുത്തുള്ള സുഹൃത്തുക്കൾക്ക്, എല്ലാവർക്കും അവരുടെ പ്രിയപ്പെട്ടവരെ ഫോണിൽ വിളിച്ചിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന് തന്നെ വലിയ ആശങ്കയാണ്. അത് പക്ഷേ അപകടത്തിൽപ്പെട്ടതുകൊണ്ടായിരിക്കില്ല. പലപ്പോഴും അവിടുത്തെ സാഹചര്യങ്ങൾ ചാർജ് ചെയ്ത് തീർന്നതോ അല്ലെങ്കിൽ ഫോൺ നഷ്ടമായതോ ഒക്കെ ആകാം. പക്ഷേ ആശങ്ക പരിഹരിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് 2 സംഘങ്ങൾ അടങ്ങുന്ന ദൗത്യസേന എത്തിയെന്ന ചീഫ് സെക്രട്ടറി ന്യൂസ് 18 വ്യക്തമാക്കി. പൂർണ്ണമായി ശരീരഭാഗങ്ങൾ കണ്ടെടുത്തവരുടെ എണ്ണം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. ഒരു നിമിഷം, അതിനു മുമ്പ് ഷബീറിലേക്ക് വീണ്ടും
നമുക്ക് കാണാം അവിടെ ദൃശ്യങ്ങളിൽ ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന സംഘം ആ പുഴ മുറിച്ച് കടക്കാനുള്ള ശ്രമം ഷബീർ